ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മോർണിംഗ്. ജേണിജെറ്റിൻ്റെ അടുത്തൊരു ക്യാമ്പിംഗ് പ്ലസ് ഓഫ് റോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിലാണ്. സോ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നു. ഞാനുണ്ട്, അതിലുണ്ട് 2 വണ്ടിക്കും റൂഫ് ടോപ്പ് ടെൻ്റ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രിയിലെല്ലാം ശരിക്കും വെളുപ്പിന് ഒരു 4 മണിയായി ഇവിടെ എത്തിയപ്പോൾ ട്രയൽ ചെയ്ത്. സോ നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ വന്നത്. വഴി ഭയങ്കര മോശമായിരുന്നു. ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി നമ്മുടെ ഇവിടുത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സോ നമ്മുടെ കൂടെ രാഹുൽ ബ്രോ ജോയിൻ ചെയ്യുന്നുണ്ട്, സാജൻ ബ്രോ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുക, അവർ രാവിലെ ഇറങ്ങിയത്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാനിവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇടാം. അതുകൊണ്ട് നിങ്ങളെ സ്പോട്ടൊന്ന് കാണിച്ചു തരാം. മുമ്പ് ഇത് നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ പിറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ സൈറ്റാണ്. ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ എയറൊക്കെ ഡൗൺ ചെയ്തു. നമ്മൾ വണ്ടിയിൽ കുറച്ച് അപ്ഡേഷൻ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ട്രയൽ പോയപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ലൈറ്റ് പോയായിരുന്നു. അപ്പം നമ്മൾ പോഡ് ലൈറ്റ്സ് ഇങ്ങോട്ടേക്ക് മാറ്റി. നമ്മൾ KCയുടെ സൈക്ലോണിൻ്റെ റോക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പ്രാവശ്യം. അപ്പം വിഷ്വലൊക്കെ നൈസായിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ റോക്ക് ലൈറ്റ്സ് വരുന്നത്. നമ്മൾ എയർ ഡൗൺ ചെയ്ത് നമുക്കിനി ഇവിടുന്ന് പയ്യെ ട്രയൽ കയറി തുടങ്ങാം. ഇത് കൺസ്ട്രക്ഷനാണ്. സോ അതിലവിടെ ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ 2 പേര് വരും. എന്നിട്ട് ക്യാമ്പ് സൈറ്റൊക്കെ ചെന്നിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ബാക്കി ട്രയൽ നമ്മൾ മറ്റന്നാൾ രാവിലെ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. സോ നമുക്ക് മുമ്പോട്ട് പോവാം. അങ്ങനെ നമ്മൾ ട്രയൽ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി ഇത് എയറിലാണ്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കറിയില്ല ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാവും എന്നുള്ളത്. എന്നാലും മാക്സിമം ഞാൻ പറ്റുന്ന പോലെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ മൗണ്ട് ചെയ്തൊക്കെയാണ് ക്യാമറ. സോ സ്പോട്ട് ചെയ്യേണ്ട സാധനങ്ങൾ വരുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് പുറത്തു നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിനേക്കാളും വെള്ളം കുറച്ച് കുറവുണ്ട്. നമുക്ക് പാസഞ്ചർ സൈഡ് പിടിച്ചു പോകാം. ഇവിടെ നമ്മൾ അതുലിനെ സ്പോട്ട് ചെയ്യാണ്. ഇവിടെ കുറച്ച് സീനുണ്ട്. അതുലിന് 4 ഹെഡ്ലൈറ്റാണ്. പോരെ നേരെ പോരെ. ആ മേളത്തെ ലൈറ്റ് ഓഫ് ചെയ്തേ, എനിക്കൊന്നും കാണാൻ വയ്യ. ആ പോരെ. ഡ്രൈവർ പിടിച്ചേ, കുറച്ചുകൂടി ഡ്രൈവർ ആ ടോർച്ച് എടുക്കണ്ടായിരുന്നു. പോരെ ഇറങ്ങിയോ. ആ പാസഞ്ചർ പിടിച്ചേ പാസഞ്ചർ പിടിച്ചേ. പോട്ടെ ഇറങ്ങിയോ. പാസഞ്ചർ
പാസഞ്ചർ ആ പോട്ടെ ഇറങ്ങിക്കോ. ഡ്രൈവർ പിടിച്ചു പോരെ. കുറച്ചുകൂടെ ഡ്രൈവർ പാസഞ്ചർ വന്നേ. പാസഞ്ചർ വാ. ഒരു ശകലം പാസഞ്ചർ കുറച്ചുകൂടെ പാസഞ്ചർ ആ പയ്യെ ഇറങ്ങിക്കും. പോരട്ടെ. ഒന്നും തട്ടാല്ല എനിക്ക്. ഡ്രൈവർ വിളിച്ചു. ഞാൻ പറയുന്ന ഈ വഴി പോരൂലേ? ഓക്കെ ഇനി ഫുൾ പാസഞ്ചർ വാ. കുറച്ചുകൂടെ വാ. ആ മതി. നേരെയാക്ക്. ആ നേരെ ഇറങ്ങിക്കോ പതുക്കെ. ഇവിടെ കുറച്ച് ഒരു കല്ല് നിൽപ്പുണ്ട്. അതാണ്, വേറെ സീനൊന്നുമില്ല. ആ കല്ല് അതിൻ്റെ മേളിൽ കൂടെ പ്രോപ്പറായിട്ട് കയറ്റി ഇറക്കണം നമ്മൾ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി ലൈൻ തന്നെ കീപ്പ് ചെയ്തു. ഇല്ല, സെൻട്രൽ ലൈനിൽ ഡിഫ് ഇടിക്കും. മഞ്ഞ ലൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ മതി. പോരെ. താൻ വന്ന സെയിം ലൈൻ പിടിക്കാം. നേരെ വിട. അങ്ങനെ തന്നെ പോട്ടെ. ഇവിടെ ഡ്രൈവർ സൈഡ് കയറിക്കോട്ടെ. ഇവിടെ ഈ കല്ലേ കയറട്ടെ. മഞ്ഞ ഓഫാക്കി. എനിക്ക് വീഡിയോ ഇല്ല. ഡ്രൈവർ പാസഞ്ചർ എടാ ഡിഫാടോ ഇടിക്കുന്നേ ആണെന്നേ. എനിക്ക് ഇടിക്കുമ്പോ ഇങ്ങോട്ട് ഡ്രൈവർ ഫുൾ ഡ്രൈവർ. ആ ഡ്രൈവർ പിടിച്ചേ. ആ കേറട്ടെ. അങ്ങനെ വളർത്തേക്കട്ടെ. പാസഞ്ചർ ഇല്ല, ഇപ്പൊ ഇരിക്കും. ഫുള്ള് ജസ്റ്റ് ഒന്ന് പുറകോട്ട് എടുത്ത് ഒന്നുകൂടെ പാസ്സറാക്കി കറക്റ്റ് ആ കല്ലവിടെ കയറും. റോക്ക്ലൈസ് തട്ടായി വരും. ഏതല്ല അവരുണ്ട്. ഈ കല്ല് ഞാൻ തട്ടിയോട് തന്നെ ഒന്ന് പുറകോട്ട് എടുത്താല് ഇല്ലടാ, അത് തട്ടൂലടാ. ആ ഓക്കെടാ. കുറച്ചും കൂടെ ഡ്രൈവ് എടുത്താൽ മതി. ഡ്രൈവർ എടുത്താലും കയറും. ഞാനോട് ആ കല്ല് കയറിയില്ല. കാരണം അപ്പുറത്തെ സൈഡിൽ താഴ്ചയായിരുന്നു.
പോട്ടെ പോട്ടെ നേരെ കയറിക്കോ കയറിക്കോ. ഡ്രൈവർ 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 ഫുൾ ഡ്രൈവർ 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 വാ 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 ഡ്രൈവർ വാ. പോട്ടെ പോട്ടെ. ആ പോരട്ടെ. ഒരു 2 മിനിറ്റ് മുമ്പ് വണ്ടി പോയിട്ട് നോക്കണം. സ്മെല്ലുകൊണ്ട് പിന്നെ വെള്ളം ഇളകി കിടക്കും. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ ആൾക്കാർ കയറുമെന്ന് രാത്രി. അത് താൻ ചുറ്റി പോകണ്ട കേട്ടോ, ആ വെള്ളത്തിനകത്തൂടെ പോയാൽ അതാ സിമ്പിള്. ആ ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയിട്ട് വളക്കാം. ഞാൻ പറയാം ഇച്ചിരി മുമ്പോട്ടോ വീശി വളച്ചോ ആ പാറയുടെ മേളിൽ കയറുന്ന രീതിയിലേ. ആ ഇനി വളച്ചോ. പോട്ടെ ഒന്നുമില്ല അവിടെ. ഇച്ചിരി മുമ്പ് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ടയറിൻ്റെ പാട് കാണണമല്ലോ. അത് ഒരേ കൂടോ, അത് താൻ എങ്ങനെ എടുത്താലും വരും. പോട്ടെ നേരെ മുമ്പോട്ട് പോട്ടെ. പോട്ടെ പാസഞ്ചർ പിടിച്ച് കയറ്. കുറച്ചുകൂടെ പാസഞ്ചർ ഓടി. പോട്ടെ ഈ നമ്മളന്ന് എങ്ങനെ കയറിയ പാസഞ്ചർ മോർ പാസഞ്ചർ. ആ സൈഡ് നോക്കണ കല്ലിൽ. കയറി പോട്ടെ. ഇനി ഒന്നുമില്ല അവിടെ. ഇനി കുറച്ചും കൂടെ പാസഞ്ചർ എടുക്കണേ. നോക്കണം കല്ലേ കയറില്ല കേട്ടോ. കല്ലേ കയറിയ വണ്ടി മാറി ഇങ്ങോട്ട്. ഡ്രൈവർ ബാക്ക് എടുത്തേ എന്നാ ഇപ്പൊ നമ്മള് കല്ലേ കയറിയാ നിക്കുന്നേ. ബാക്ക് എടുക്കും ഒരു പൊടിക്ക്. ആ മതി. ഇനി ഡ്രൈവർ എടുത്തോ. ഓക്കെ പോട്ടെ. അയ്യോ ഇല്ല നില്ല്. വീണ്ടും നീ അങ്ങോട്ടാ കയറി പോന്നെ. ബാക്ക് എടുക്ക്. ഓക്കെ പക്ഷെ കുഴപ്പമില്ല പോവും. എനിക്കിവിടെ എന്താന്ന് കാണാൻ പറ്റത്തില്ല കേട്ടോ. അമ്മാതിരി. എടാ നീ ഡ്രൈവർ ഇത് ഇതുവരെ എടുത്തില്ലേ? പിന്നെയും മലയുടെ മണ്ടയ്ക്ക് കയറി പോവാണ്. ഡ്രൈവർ ഓടിക്ക്. ഫുള്ള് ഡ്രൈവർ ഓടി. ഡ്രൈവർ ഓടിയടോ. ഫുള്ള് ഡ്രൈവർ ഓടിയടോ. ഡ്രൈവർ ഓടിയട്ടെ. ഫുള്ള് ഓടിയട്ടെ. എന്നിട്ട് റിവേഴ്സ് ഇട്. റിവേഴ്സ് എടുക്ക് പൊടിക്ക്. കയറിയില്ല. കയറട്ടെ. കയറട്ടെ. ഇനി ഓടിച്ചോ. ഇനി ഫ്രണ്ട് ഇറങ്ങി പോക്കോ. അവന്റെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് കയറിക്കോട്ടറ. കഴിഞ്ഞ പരിപാടി. അവനവിടെ തെന്നോന്ന് പേടിയുണ്ട്. തെന്നോന്നല്ല മറിയോന്ന് പേടിയുണ്ട്. അതന്നെ മറിയത്തില്ല പക്ഷെ പൊങ്ങി പോവാൻ ചാൻസ് ഉണ്ട്. പോട്ടെ. ഇനി പാസഞ്ചർ ഓടിച്ചാ മറിയത്തില്ല. പരിപാടി കഴിഞ്ഞു. താൻ ഇറങ്ങി. വായിക്കലത്തെ വീല് ഇറങ്ങുമോ? കഴിഞ്ഞ്. ഇന്നെൻ്റെ ഡ്രൈവർ സൈഡ് വീലും കൂടെ ഉള്ള ഇറങ്ങാൻ. പോട്ടെ കഴിഞ്ഞോണ്ടോ.